ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാപ്പൊലീത്ത പറഞ്ഞത് തികച്ചും കേരളത്തിന്റെ പൊതുസമൂഹവും ഓർത്തഡോക്സ് സഭയിലെ 90% വൈദികരും വിശ്വാസികളും ആഗ്രഹിച്ച കാര്യമാണ്. അദ്ദേഹം വിശുദ്ധ കുർബാന മധ്യേ 3 സ്ഥലങ്ങളിൽ പറഞ്ഞു. ഒന്ന് ചെന്നിത്തല, ഒന്ന് ചുങ്കത്തറ, ഒന്ന് കലഞ്ഞൂർ. ഈ 3 സ്ഥലങ്ങളിലും അദ്ദേഹം വളരെ വ്യക്തമായി വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്രിസ്തീയ മൂല്യം പറഞ്ഞു. അതിലെന്താണ് തെറ്റ്? അതിലെന്താണ് അപാകത? സുവിശേഷത്തെ ആനുകാലിക സാമൂഹിക ബന്ധങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ബിഷപ്പ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, സഹദായുടെ സാക്ഷ്യം ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ക്രിസ്തുവിനോട് ചേർന്നുള്ളതായിരിക്കണം. എന്റെ ശിരസ് ഛേദിക്കപ്പെട്ടാലും ഞാൻ ഈ സത്യം വിളിച്ചു പറഞ്ഞു. ഇത് സത്യം. പള്ളികൾ പിടിച്ചെടുക്കുന്നത് അനീതിയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? കോടതി വിധിയുടെ പേരിൽ, വേദപുസ്തകത്തെക്കാൾ അപ്പുറമായി മറ്റു ചില പുസ്തകങ്ങളുടെ പേരിൽ ഈ പിടിച്ചെടുക്കൽ അനീതിയാണെന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹത്തോടൊപ്പം കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭയുടെ പിതാക്കന്മാരും വിശ്വാസികളും നാനാജാതി മതസ്ഥരുമുണ്ട്. അദ്ദേഹത്തെ പുറത്താക്കാനൊന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് കഴിയുകയില്ല. കാരണം അതിനകത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു പിതാവാണ് മോർ അഫ്രൈം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം യാക്കോബായ സഭയിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ യാക്കോബായ സഭ എടുക്കൂ എന്നുള്ളതിനകത്തിൽ ഇവിടെ പ്രസക്തിയില്ല. അദ്ദേഹം നിൽക്കുന്ന സഭയിൽ നിന്നുകൊണ്ട് തന്റെ നിലപാട് പ്രഖ്യാപിക്കുകയും ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ സഭയിൽ തന്നെ ഒരുപാട് ബിഷപ്സ് ഉണ്ട്. അവരുടെ എല്ലാം പൂർണ്ണ പിന്തുണയോടുകൂടി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് അദ്ദേഹം മുൻകൈ എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.